ജിഷയുടെ ദാരുണമായ കൊലപാതകം സമൂഹ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ചതാണ്. ജിഷ എറണാകുളത്ത് നിയമവിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത്. ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ ജിഷമാരെ സൃഷ്ടിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകുവാനും ഡിവൈഎഫ്ഐ തീരുമാനിച്ചു. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉജ്ജ്വലമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ക്രൂരമായ മർദ്ദനമേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇനി ജിഷമാരെ സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറമ്പോക്ക് നിവാസികളുടെ ഇടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ സർവേയിൽ എറണാകുളം ജില്ലയിലാകെ അടിയന്തരമായി സഹായിക്കേണ്ട 1195 കുടുംബങ്ങളുണ്ട് എന്ന് ഡിവൈഎഫ്ഐ മനസ്സിലാക്കി. PWD പുറമ്പോക്ക്, റവന്യൂ പുറമ്പോക്ക്, പെരിയാർ വാലി പുറമ്പോക്കുകളിലെല്ലാം താമസിക്കുന്ന നൂറുകണക്കിന് വീടുകളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയറിയിറങ്ങി അവരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ഇവിടെ നിരവധി ജിഷമാർ സൃഷ്ടിക്കപ്പെടാതിരിക്കുവാൻ, അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുവാൻ, ഈ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ മാറ്റിയെടുക്കുവാൻ ഡിവൈഎഫ്ഐക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന വിശദമായ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ കൊച്ചിയിൽ ഞങ്ങൾ ഈ അനുബന്ധ പരിപാടികൾക്ക് രൂപം നൽകിയത്. ഏറ്റവും നിർധനരായ 10 പേർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിച്ചത്. എന്നാൽ ഇപ്പോൾ 13 പേർക്കുള്ള വീട് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 92 കുട്ടികളുടെ പഠനവും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. UP സ്കൂൾ മുതൽ ബിടെക്കിന് പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ വരെ അതിലുണ്ട്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ ഏറ്റെടുത്ത് ഇതൊരു തുടർ പ്രക്രിയയായി കൊണ്ടുപോകണമെന്നും ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുമാണ് 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ആലോചിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആരും കുറ്റവാളിയായി ജനിക്കുന്നില്ല. അവന്റെ ജീവിത സാഹചര്യങ്ങളാണ് അവനെ കുറ്റവാളിയാക്കി മാറ്റുന്നത്. ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴാണ് ഇവരിൽ നിന്ന് തന്നെ നിരവധി ഇരകളും വേട്ടക്കാരും ഉണ്ടാകുന്നത്, നിരവധി കുറ്റകൃത്യങ്ങളിൽ ചെന്നുപെടുന്നത്. ഇതെല്ലാം അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അവസാനിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐയുടെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി നൂതനമായ ഇടപെടൽ നടത്തുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ പുരോഗമന ഇന്ത്യ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിച്ച് ഒരു സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഉള്ള നൂതനമായ പദ്ധതികൾക്ക് ഡിവൈഎഫ്ഐയുടെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തോടെ തുടക്കം കുറിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാക്കാം. ഒരു സാമൂഹ്യ മുന്നേറ്റത്തിനായി നമുക്ക് ഒരുമിക്കാം, പുതിയൊരു ഇന്ത്യക്കായി. നാളങ്ങൾ ഇടിനാദങ്ങൾ പുതിയൊരു നാടിൻ സ്വപ്നങ്ങൾ. ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 5 വരെ എറണാകുളത്ത്.